ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ചൈനയിൽ നാളെ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം സെപ്റ്റംബർ 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന് പുന്നമട കായലിൽ. പങ്കെടുക്കുന്നത് 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ. കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ റീസർവേ നടത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ട്രിവാൻഡ്രം റോയൽസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടന SCOയുടെ 25ാമത് യോഗത്തിന് നാളെ ചൈനയിലെ ടിയാൻജിനിൽ തുടക്കം. 2 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ആഗോള ഭരണത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഈ ഉച്ചകോടി പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക സുരക്ഷ, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ SCO ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും സാമ്പത്തികവും സാങ്കേതികവുമായ ബന്ധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത 1 ദശാബ്ദത്തേക്കുള്ള സമഗ്രമായ മാർഗരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയും ചേർന്ന് പുറത്തിറക്കി. ഇന്നലെ ടോക്കിയോയിൽ നടന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്ക് ശേഷമാണ് ഇരു നേതാക്കളും പ്രഖ്യാപനം നടത്തിയത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ജപ്പാൻ 10 ട്രില്യൺ യെൻ നിക്ഷേപം നടത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാൻ ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ഇന്നും നാളെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരള മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 3 മുതൽ 9 വരെ നടക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 3-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംവിധായകരും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ, ജയം രവി എന്നിവർ മുഖ്യാതിഥികളാകും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നിശാഗന്ധിയിൽ മ്യൂസിക് നൈറ്റ് അരങ്ങേറും. ദീപാലങ്കാരവും ഘോഷയാത്രയും കലാപരിപാടികൾ ഉൾപ്പെടെ മുൻവർഷത്തേക്കാൾ വിപുലമായി നടത്തും. സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം, ഗ്രീൻഫീൽഡ്, ശംഖുമുഖം, ഭാരതഭവൻ, ഗാന്ധി പാർക്ക്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, മ്യൂസിയം കാമ്പൗണ്ട് തുടങ്ങിയ 33 വേദികളിലാണ് തിരുവനന്തപുരത്ത് കലാപരിപാടികൾ അരങ്ങേറുക. പത്തനംതിട്ട ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾക്ക് ഇന്ന് വൈകിട്ട് വിളംബര ഘോഷയാത്രയോടെ തുടക്കമാകും. സെപ്റ്റംബർ 8 വരെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ടൗൺ സ്ക്വയറിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാന ടൂറിസം വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, പത്തനംതിട്ട നഗരസഭ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ റവന്യൂ വകുപ്പ് നടപ്പാക്കുന്ന എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ 58.65 ലക്ഷം ലാൻഡ് പാഴ്സലുകളിലായി 8 ലക്ഷം ഹെക്ടറിലധികം ഭൂമി അളന്നുകഴിഞ്ഞതായി റവന്യൂ മന്ത്രി കെ രാജൻ. സർവേ ആരംഭിച്ച 529 വില്ലേജുകളിൽ 334 ഫീൽഡ് സർവേ പൂർത്തിയായി. ശേഷിക്കുന്ന 195 വില്ലേജുകളിൽ സർവേ ജോലികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ ആകെ 35 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ 7 ലക്ഷത്തോളം വനഭൂമി ഒഴികെ 28 ലക്ഷം ഹെക്ടറിന്റെ 4/1 അളന്നു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ജലോത്സവം ആലപ്പുഴയിലെ പുന്നമടക്കായൽ നടക്കുന്നു. ഉച്ചയ്ക്ക് 2-ന് മന്ത്രി മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. സിംബാബ്വെ വ്യവസായ വാണിജ്യ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോന്തിയാണ് മുഖ്യാതിഥി. ആലപ്പുഴ ജില്ലയ്ക്ക് ഇന്ന് പ്രാദേശിക അവധിയും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. വള്ളംകളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ പുന്നമടക്കായലിന്റെ ഇരു കരകളും ജനസമുദ്രമായി മാറി. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ പ്രാഥമികതല മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. വഞ്ചിപ്പാട്ടും ആർപ്പുകളികളുമായി പുന്നമടയിൽ ആഹ്ലാദ കടലിരമ്പുകയാണ്. തുഴച്ചിൽക്കാരായി മലയാളികൾ മാത്രമല്ല ഉള്ളത്, BSF ജവാന്മാരും വിദേശികളും ഒക്കെ തുഴച്ചിൽക്കാരായി രംഗത്തുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടം. ഉദ്ഘാടനത്തിന് ശേഷം മത്സരത്തിൽ പങ്കെടുക്കുന്ന 75 വള്ളങ്ങളും അണിനിരക്കുന്ന മാസ് ഡ്രില്ലും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ കല്ലുകടിയായി മാറിയ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് ഡിവൈസുകൾ ഇത്തവണ കുറ്റമറ്റതായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ആലപ്പുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ആകാശവാണിയും ദൂരദർശനും മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യും. മഴയിലും ആവേശം ചോരാതെ ചെറുവള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരം പുന്നമടക്കായലിൽ പുരോഗമിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. മണ്ണിടിച്ചിലുണ്ടായ കോഴിക്കോട് താമരശ്ശേരി ചുരം വഴി KSRTC ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിട്ടു തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെയുള്ള KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി പ്രവേശനം നൽകുന്നുണ്ട്. പോലീസിന്റെ നിയന്ത്രണത്തോടെ ഇരുഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൃത്യമായ സമയം ഇടവിട്ടാണ് പ്രവേശനം. ഈ പാത വഴി മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കുള്ള നിരോധനം തുടരും. 6 ചക്രം വരെയുള്ള ലോറികൾക്ക് പ്രവേശനമുണ്ട്. മറ്റുള്ള ലോറികളെ തടയുന്നു. എന്നാൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. റോഡിന് മുകളിലായി പാറയുടെ സ്ഥിതി പരിശോധിക്കാനായി GPR സംവിധാനം ഉപയോഗപ്പെടുത്തും. ഇതിനായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നടപടി കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. താമരശ്ശേരി ചുരത്തിന്റെ ബദലായാണ് 8.73 കിലോമീറ്റർ നീളമുള്ള 4-വരി തുരങ്കപാത നിർമ്മിക്കുന്നത്. 2134 കോടി രൂപ പദ്ധതി ചെലവിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ നശാമുക്ത് ന്യായ് അഭിയാന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സുപ്രീംകോടതി ജഡ്ജിയും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി സർവീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് സൂര്യകാന്ത് നിർവഹിക്കും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, മന്ത്രി MB രാജേഷ് എന്നിവർ പങ്കെടുക്കും. തൃശൂർ ദേശീയപാതയിൽ മുടിക്കോട് സെന്ററിൽ പുലർച്ചെ മുതൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. രാവിലെ 4:30 തുടങ്ങിയ ഗതാഗതക്കുരുക്കിന് ഉച്ചയോടെയാണ് നേരിയ ശമനമുണ്ടായത്. ഉച്ചവരെ ആംബുലൻസിന് പോലും കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. സർവീസ് റോഡിന്റെ തകർച്ചയാണ് സ്ഥിതി മോശമാക്കിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും വൈകിട്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ കൊല്ലം തേവള്ളിയിൽ മൻ കി ബാത്ത് പരിപാടിയുടെ പ്രക്ഷേപണത്തിലും അദ്ദേഹം ഭാഗമാകും. കോഴിക്കോട് NITയുടെ 21ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് വൈകുന്നേരം നടക്കും. ക്യാമ്പസിലെ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ 1910 വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങും. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ബിരുദദാന പ്രഭാഷണം നടത്തുകയും ചെയ്യും. കണ്ണൂർ ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ആനയുടെ അസ്ഥികൂടവും അവശനിലയിലായ കുട്ടിയാനയും കണ്ടെത്തി. പട്രോളിംഗിനിടെ വനപാലക സംഘമാണ് ബ്ലോക്ക് 10 കോട്ടപ്പാറയിൽ 3 വയസ്സ് പ്രായം വരുന്ന കുട്ടിയാനയെയും ആനയുടെ അസ്ഥികൂടവും കണ്ടെത്തിയത്. അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയാനയുടെ ശരീരത്തിൽ പരിക്കുകളോ മറ്റ് അസ്വാഭാവികതകളോ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു. കുട്ടിയാനയുടെ ചികിത്സയ്ക്കായി വിദഗ്ധ സംഘം ഇന്ന് ആറളത്തെത്തുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. കണ്ണൂർ ചെറുവാഞ്ചേരി ഇളമാങ്കൽ ഉന്നതി ഭാഗത്ത് തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനായുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ കണ്ണപുരം കീഴറയിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ഹാഷാമാണെന്ന് തിരിച്ചറിഞ്ഞു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. സമീപത്തെ വീടുകൾക്കും കേടുപറ്റിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ACP അന്വേഷിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചൈനയിൽ നാളെ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം സെപ്റ്റംബർ 3 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന് പുന്നമടക്കായലിൽ. പങ്കെടുക്കുന്നത് 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ. കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ റീസർവേ നടത്തിയതായി റവന്യൂ മന്ത്രി K. രാജൻ. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ട്രിവാൻഡ്രം റോയൽസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.